നാട്ടുവിശേഷം പത്തനോടത്തിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായിരുന്ന PC ചാക്കോയുടെ പരാജയ കാരണം കണ്ടെത്തുന്നതിനായി KPCC നിയോഗിച്ച CV പത്മരാജൻ കമ്മീഷൻ ആലുവയിൽ തെളിവെടുപ്പ് നടത്തി. പരാജയ കാരണം ഇന്നസെന്റിനെ നല്ല നടനായി വാഴ്ത്തിയതാണെന്ന് ഐഗ്രൂപ്പ് നേതാക്കൾ. ധനപാലിനെ തൃശൂരിലേക്ക് മാറ്റിയതാണ് പരാജയ കാരണമെന്ന് ഗ്രൂപ്പ് കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകി. കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ സ്നേഹപൂർവ്വം പദ്ധതിക്ക് തുടക്കമായി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിവിധ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം ഉറപ്പാക്കിയ ശേഷം പ്രധാനപ്പെട്ട ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന് ഉചിതമെന്ന് രാജ്യസഭാ ഉപനേതാവ് പ്രൊഫസർ PJ കുര്യൻ. എറണാകുളം ജില്ലയിൽ അനധികൃത മത്സ്യ മാംസ സ്റ്റാളുകളിൽ മിന്നൽ പരിശോധന. 5 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി 8 പേരെ അറസ്റ്റ് ചെയ്തു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിന് സമീപത്തെ പെരിയാർ ഹോട്ടൽ പരിസരത്ത് മലമ്പാമ്പിനെ കണ്ടെത്തി. പെരിയാർ പുഴയോട് ചേർന്നുള്ള ഹോട്ടലിലെ ജീവനക്കാരാണ് ചുരുണ്ടുകിടക്കുന്ന പെരുമ്പാമ്പിനെ കണ്ടത്. പെരിയാറിൽ നിന്ന് കയറിയതാകാമെന്ന് കരുതുന്നത്. ഇരവിഴുങ്ങിയ പാമ്പ് ഇഴഞ്ഞു നീങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പാമ്പിനെ കാണാനെത്തിയ പരിസരവാസികൾ പാമ്പിനെ ഓടിക്കുവാൻ ശ്രമിച്ചെങ്കിലും പാമ്പ് ഇഴഞ്ഞു നീങ്ങുവാൻ തയ്യാറാകാതെ കടിക്കുവാൻ ഒരുങ്ങുകയായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് പാമ്പിന് കാവലിരിക്കുകയാണ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PC ചാക്കോയുടെ തെരഞ്ഞെടുപ്പ് പരാജയ കാരണം കണ്ടെത്തുന്നതിനായി KPCC നിയോഗിച്ച CV പത്മരാജൻ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. ആലുവ പാലസിൽ ആലുവ, കുന്നത്തുനാട്, പെരുമ്പാവൂർ, അങ്കമാലി മണ്ഡലങ്ങളിൽ നിന്നുള്ളവരിൽ നിന്നായി 53 പേരിൽ നിന്ന് മൊഴിയെടുക്കുകയും 23 പേരിൽ നിന്ന് രേഖാമൂലം പരാതിയും സ്വീകരിച്ചതായി CV പത്മരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ പാർട്ടിയിൽ വരാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ MLA അസംബ്ലി ആയതുകൊണ്ട് അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡേറ്റ് കൊടുത്ത് അവരെ കാണിക്കും. അല്ല, വിലയിരുത്താനായിട്ടില്ലല്ലോ. ഇന്നിപ്പോ മൊത്തം 53 ആളുകളെ മൊഴിയെടുത്തു. 23 പരാതികൾ രേഖാമൂലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കമ്മിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ പറഞ്ഞതുപോലെ അടുത്ത തൃശ്ശൂരിലുള്ള 3 നിയോജകമണ്ഡലങ്ങളും കൂടെ കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റി ഇരുന്ന് വിലയിരുത്തി ഇതേക്കുറിച്ച് റിപ്പോർട്ട് ഉണ്ടാകും. തൃശൂർ ജില്ലയിൽപ്പെട്ട കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ചാലക്കുടി മണ്ഡലങ്ങളിലുള്ളവരുടെ സിറ്റിംഗ് 19, 20 തീയതികളിൽ നടക്കുമെന്ന് കമ്മീഷൻ അംഗം KP അനിൽകുമാർ പറഞ്ഞു. പരാജയ കാരണം എതിർ സ്ഥാനാർത്ഥി ഇന്നസെന്റിനെ നല്ല നടനായി വാഴ്ത്തിയതാണെന്ന് ഗ്രൂപ്പ് നേതാക്കൾ കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകി. KP ധനപാലിനെ തൃശൂരിലേക്ക് മാറ്റിയതാണ് പരാജയ കാരണമെന്നാണ് ഗ്രൂപ്പിന്റെ മുഖ്യ ആക്ഷേപം. കോൺഗ്രസ് പുനഃസംഘടന നടക്കാത്തത് പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചെന്ന് ഇരുപക്ഷവും സമ്മതിച്ചു. ഇന്നസെന്റ് നല്ല നടനാണ്, അദ്ദേഹത്തെ ജനത്തിന് ഇഷ്ടമാണ്, പക്ഷേ ലോക്സഭയിൽ എത്തേണ്ടത് PC ചാക്കോയാണ് എന്നിങ്ങനെയുള്ള പ്രചരണമാണ് UDF നടത്തിയത്. ഇത് LDF സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്തു. സ്ഥാനാർത്ഥിയുടെ കുറവുകൾ പ്രചരിപ്പിക്കാതെ നല്ല നടനാണെന്ന് പുകഴ്ത്തിക്കൊണ്ടിരുന്നു. താരസംഘടനയുടെ നേതാവായിട്ടും ഈ സംഘടനയിലെ തർക്കങ്ങൾ പ്രചരണായുധമാക്കിയില്ലെന്നും ഗ്രൂപ്പുകാർ പരാതിപ്പെട്ടു. അമിത ആത്മവിശ്വാസം, കേന്ദ്ര സർക്കാരിന്റെ അവസാന കാലത്തെ പ്രവർത്തന വൈകല്യങ്ങൾ എന്നിവയും തോൽവിക്ക് കാരണമായെന്ന് ഇരുപക്ഷവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആൾക്കൂട്ടം വോട്ടാവില്ലെന്ന അമിത ആത്മവിശ്വാസവും തോൽവിക്ക് കാരണമായതായും ഇരുകൂട്ടരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരിടത്തും വോട്ട് ചോർച്ചയുണ്ടായിട്ടില്ലെന്നും പറയുന്നു. PC ചാക്കോയെ തൃശൂരിൽ നിന്ന് ചാലക്കുടിയിൽ മത്സരിപ്പിച്ചതിന്റെ പേരിൽ ഈഴവ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായെന്നും ചിലർ ഗ്രൂപ്പിന് അതീതമായി മൊഴി നൽകി. അവസാന നിമിഷമുണ്ടായ സ്ഥാനാർത്ഥി മാറ്റം ദോഷം ചെയ്തതായിട്ടാണ് ഗ്രൂപ്പിന്റെ പരാതി. എന്നാൽ ഇതൊന്നും തോൽവിയെ ബാധിച്ചിട്ടില്ലെന്നും എതിർ സ്ഥാനാർത്ഥിക്ക് സ്ത്രീ വോട്ടർമാരിലുണ്ടായ സ്വാധീനം തിരിച്ചറിയാൻ കഴിയാതിരുന്നതും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ കാലതാമസവും സംഘടനാ ദൗർബല്യവുമാണ് യഥാർത്ഥ കാരണമെന്നാണ് പക്ഷത്തിന്റെ ആരോപണം. ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിൽ BJPയിലേക്ക് വോട്ട് ചോർന്നു. ആം ആദ്മി പാർട്ടി, വെൽഫെയർ പാർട്ടി, SDPI എന്നിവ പിടിച്ച വോട്ടുകളും UDFന്റേതായിരുന്നെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിവിധ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുന്ന സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഉദ്ഘാടനം കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ നിർവഹിച്ചു. ഈ 4 മാസം കൊണ്ട് കേരളത്തിലെ എല്ലാവർക്കും പെൻഷൻ കിട്ടി തുടങ്ങും. കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ച അവരുടെ വിഹിതം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ വീടുകൾ പെൻഷൻ കിട്ടാത്തവരായി കേരളത്തിൽ പഞ്ചായത്തുകളിൽ ആരും അവശേഷിക്കില്ല. അതിന്റെ ലിസ്റ്റുകൾ തയ്യാറായി പലർക്കും പെൻഷൻ കിട്ടിത്തുടങ്ങി എന്നുള്ള കാര്യവും സന്തോഷത്തോടുകൂടി അറിയുകയാണ്. സാമൂഹ്യമായ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ
കേരളത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം, വികസനം ശ്രദ്ധിക്കാം, മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സന്തോഷമില്ലാത്തതിന്റെ വികസനവും സമ്പൂർണ്ണമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളോടുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരം കയ്യൂർ പൊന്നമ്മ മുഖ്യപ്രഭാഷണം നടത്തി. ഏലൂർ നഗരസഭാ ചെയർമാൻ ജോസഫ് ആന്റണി, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി മത്തായി, കളമശ്ശേരി നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ എ കെ ബഷീർ, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ, കെ ജിനാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം ഉറപ്പാക്കിയ ശേഷം പ്രധാനപ്പെട്ട ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന് ഉചിതമെന്ന് രാജ്യസഭാ ഉപനേതാവ് പ്രൊഫസർ PJ കുര്യൻ പറഞ്ഞു. ആലുവ പാലസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഏകപക്ഷീയമായി വരുന്ന ബില്ലുകൾ ഒരുപക്ഷെ സഭ തള്ളുവാൻ ഇടവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ കേരളത്തിലെത്തിച്ച വിഷയത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടോയെന്നറിയാൻ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വൈപ്പിൻ മേഖലയിലെ വാർപ്പ്, നായരമ്പലം, പുതുവൈപ്പ് പ്രദേശങ്ങളിൽ അനധികൃത മത്സ്യ മാംസ മാർക്കറ്റുകളിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് B രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന. ആരോഗ്യ വിഭാഗം, മലിനീകരണ നിയന്ത്രണ വകുപ്പ്, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, പോലീസ്, റവന്യൂ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് മിന്നൽ പരിശോധന നടത്തിയത്. ശാസ്ത്രീയ പരിശോധന കൂടാതെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലും അറവു മാലിന്യങ്ങൾ അലക്ഷ്യമായി തോട്ടിലേക്കും മറ്റും തള്ളുകയും ചെയ്ത 10 മത്സ്യമാംസ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. കച്ചവടക്കാരായ ഷാജി നായരമ്പലം, ജെറി വളപ്പ്, OJ ബാബു വളപ്പ്, തോമസ് മാലിപ്പുറം, IJ ആന്റണി ഓച്ചന്തുരത്ത്, ജോസഫ് മാലിപ്പുറം, ആന്റണി നായരമ്പലം, ആന്റണി വർഗീസ് നായരമ്പലം എന്നിവരെ അറസ്റ്റ് ചെയ്ത് പോലീസിന് കൈമാറി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹസീന മുഹമ്മദ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർ ഫാറൂഖ്, ജില്ലാ റൂറൽ ഹെൽത്ത് ഓഫീസർ PN ശ്രീനിവാസൻ, ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് സൂപ്രണ്ട് ഡിംപിൾ മാഗി, വെറ്റിനറി സർജൻ ഡോക്ടർ ഫിജി, ഹെൽത്ത് സൂപ്പർവൈസർമാരായ ഷാജു P ജോൺ, ജോയ് ജോസഫ്, B ബിജുമോൻ, MK സുരേഷ്, PA സുദർശനൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MM സക്കീർ, ജോസഫ് ബിനു, KD ദീപക്, KM ഷെറീഫ് എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ അനധികൃത മത്സ്യമാംസ മാർക്കറ്റുകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യം അറിയിച്ചു. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുവാൻ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആലുവ കടുങ്ങല്ലൂരിലെ ഏലൂക്കരയെയും കൈൻഡിക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലെ മഴക്കെടുതിയിലാണ് 40 വർഷത്തോളം പഴക്കമുള്ള പാലം തകർന്നു പോയത്. ഇതേ തുടർന്ന് ഇരുകരകളും ഒറ്റപ്പെട്ട നിലയിൽ ജനങ്ങൾ രൂക്ഷമായ യാത്രാക്ലേശം അനുഭവിച്ചിരുന്നു. ഇരുകരകളെയും ബന്ധിപ്പിച്ച ഡബിൾ ബോക്സ് കൾവർട്ടുകളായി നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ പാലത്തിലൂടെ 2 വരി ഗതാഗതം സൗകര്യമുണ്ട്. പുതിയ പാലം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. അലുപുരം കൈൻഡിക്കര പാലം കൂടി നിർമ്മിച്ചാൽ പഞ്ചായത്തിൽ പുഴ തന്നെ കാണാൻ കഴിയാതാകുമെന്ന് മന്ത്രി കൗതുകത്തോടെ പറഞ്ഞു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജിനാസ് മന്ത്രിയെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ പാലത്തിന്റെ കരാറുകാരൻ KJ മാത്യുവിന് മന്ത്രി ഉപഹാരം നൽകി. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PA ഷാജഹാൻ, യേശുദാസ് പറപ്പള്ളി, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ, TK ഷാജഹാൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ഷാനവാസ്, OK അബ്ദുൽ സലാം, TM കബീർ, ബേബി സരോജം തുടങ്ങിയവർ പങ്കെടുത്തു. 2.5 വർഷക്കാലമായി പറയുന്ന ഒരു പാലമാണ് അലുപുരം കൈൻഡിക്കര പാലം. അലുപുരം കൈൻഡിക്കര പാലം അതുകൂടി നിർമ്മിച്ചാൽ നമുക്ക് പിന്നെ പുഴ തന്നെ മൂടിപ്പോകുന്ന സ്ഥിതിയാവും. കാരണം നമ്മുടെ പാതാളം റെഗുലേറ്റർ കമ്മിറ്റി അതിന്റെ പാലം, അത് കഴിഞ്ഞ് നമ്മുടെ പഴയ പാലം പാതാളം പാലം, അത് കഴിഞ്ഞ് അതുകൂടി നിർമ്മിച്ചാൽ ഈ പാലം, അത് കഴിഞ്ഞ് ഏലൂക്കര ഉള്ളിലൂർ പാലം നിർമ്മാണം പൂർത്തിയാകാനായി. ഇതാകെ ഇടമുള പാലം. ആരെങ്കിലും ഇത് ആകാശത്ത് നിന്ന് ഒരു ഏരിയൽ വ്യൂ ഒരു ഫോട്ടോ എടുത്താൽ കൊലയുണ്ടാവില്ല. മുഴുവൻ പാലങ്ങളിൽ കോൺക്രീറ്റ് സ്ലാബായി മാറുന്ന ഒരു സിവിലൈസേഷൻ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിർമ്മിക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് ഇപ്പുറത്ത് സ്ഥലം കിട്ടുന്നു, അത് കിട്ടുമെന്ന് ലോക്സഭയിലും സമയം മധ്യവർക്കും കൂടി പറയണ്ടായി. പക്ഷെ അപ്പുറത്ത് സ്ഥലം കിട്ടുന്നില്ല. സ്ഥലം
ഏലൂർ ഫാക്ട് ഹെഡ് ഓഫീസിന് മുമ്പിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം തുടരുന്നു. സമരം 236 ദിവസത്തിലേക്ക് കടന്നു. ഫാക്ട് വർക്കേഴ്സ് കോൺഗ്രസ് INTUC-യിലെ TV സജികുമാറാണ് വെള്ളിയാഴ്ച ഉപവാസ സമരം അനുഷ്ഠിച്ചത്. സേഫ് ഫാക്ട് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ K. ചന്ദ്രപിള്ള, സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിയൻ INTUC സംസ്ഥാന സെക്രട്ടറി സാജു വർഗീസ് തുടങ്ങിയവർ സമരപ്പന്തലിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായിരുന്ന PC ചാക്കോയുടെ പരാജയ കാരണം കണ്ടെത്തുന്നതിനായി KPCC നിയോഗിച്ച CV പത്മരാജൻ കമ്മീഷൻ ആലുവയിൽ തെളിവെടുപ്പ് നടത്തി. പരാജയ കാരണം ഇന്നസെന്റിനെ നല്ല നടനായി വാഴ്ത്തിയതാണെന്ന് I ഗ്രൂപ്പ് നേതാക്കൾ. ജനവാലിനെ തൃശൂരിലേക്ക് മാറ്റിയതാണ് പരാജയ കാരണമെന്ന A ഗ്രൂപ്പ് കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകി. കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ സ്നേഹപൂർവ്വം പദ്ധതിക്ക് തുടക്കമായി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിവിധ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം ഉറപ്പാക്കിയ ശേഷം പ്രധാനപ്പെട്ട ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന് ഉചിതമെന്ന് രാജ്യസഭാ ഉപനേതാവ് പ്രൊഫസർ PJ കുര്യൻ. എറണാകുളം ജില്ലയിൽ അനധികൃത മത്സ്യ മാംസ സ്റ്റാളുകളിൽ മിന്നൽ പരിശോധന. 5 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി 8 പേരെ അറസ്റ്റ് ചെയ്തു.